ചടങ്ങിൻ്റെ ബഹുമാന്യ അധ്യക്ഷൻ, എൻ്റെ പള്ളി സുഹൃത്തുകൂടെയായിട്ടുള്ള സുമിത്രൻ, വേദിയിലുള്ള ഏറെ ബഹുമാനീയായിട്ടുള്ള സീമ സുഭാഷ്, സതീഷ്, രഞ്ജിത്ത് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സത്യസായി ബാബയുടെ ആ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സേവന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രീ സത്യസായി ബാബയുടെ 99ാം ജന്മദിന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ശ്രീ സത്യസായി സേവാ ഫൗണ്ടേഷൻ അവരുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ ആധുനിക ഇന്ത്യയിൽ, നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നാറുണ്ട്, നമ്മൾ ഭാരതീയ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ആ സംസ്കാരം പഠിക്കാൻ വേണ്ടിയും ഒക്കെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ആളുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ പുതുതലമുറ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ ചിന്തിക്കുന്നു, അവരെങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇന്ന് എല്ലാവരും ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തെ അംഗീകരിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ ഒരു ന്യൂ ജൻ സംസ്കാരവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ദൈവം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ദൈവത്തിന്റെ നമ്മള് ഭാരത സംസ്കാരത്തിൽ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ദൈവം പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ അവതരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീ സത്യസായി ബാബ ഒരു അത്ഭുത പുരുഷനായി, അത്ഭുത ഒരു ജീവിതം മുന്നോട്ട് നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത് പുട്ടപർത്തി, ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ ജനിച്ചു വീഴുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മഹാപുരുഷനായി മാറുമെന്ന് ആരും ഒരു പക്ഷേ കരുതിയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് തന്നെ, അദ്ദേഹത്തിന്റെ ചരിത്രം വെറുതെ നോക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഒരു അമാനുഷിക ശക്തിയായി, ഒരു പ്രതിഭാസമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൗത്യം എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള ഒരു ഉൾവിളി അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരു വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ഒരുപക്ഷെ വിദേശ ഓസ്ട്രേലിയക്കാരായിട്ടുള്ള ആളുകളൊക്കെയാണെന്ന് തോന്നുന്നു. ഒരുപാട് വിദേശികളാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പഠനം നടത്തിയിട്ടുള്ളതും അദ്ദേഹത്തെ കുറിച്ച് എഴുതുകയും അദ്ദേഹത്തിന്റെ ആത്മീയതയെ കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരുപാട് വിദേശികളായിട്ടുള്ള ആളുകളുണ്ട്. അദ്ദേഹം നമ്മുടെ രാജ്യത്ത് ഒരു ആ ദൗത്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മാനവികത, ഇവിടുത്തെ മനുഷ്യരിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹം ഒരു അമാനുഷികനെ, എന്താ പറയാ, ഒരു അത്ഭുത സൃഷ്ടിയായി ഈ രാജ്യത്ത് നിലകൊള്ളുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. കാരണം അത്രമാത്രം വിശ്വാസത്തിലൂടെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ ഒരുപാട് വിശ്വാസം, ആ ഒരു പ്രവൃത്തിയിലാണല്ലോ നമ്മൾ അദ്ദേഹത്തിന് ഒരുപാട് പിൻഗാമികളായിട്ടും ആളുകളൊക്കെ വന്നത്. ആ ഒരു ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ്. മറ്റുള്ള മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഈ സമൂഹത്ത് ചെയ്തിട്ടുള്ള നന്മകളിൽ അതിന്റെ ഒരു പ്രവർത്തനമാണ് ഇന്ന് ഈ സത്യസായി ബാബയുടെ ഈ പരിപാടി, ഇന്നത്തെ ഈ ജന്മദിനത്ത് പോലും ഈ സായി സേവ ഫൗണ്ടേഷൻ ചെയ്തു വരുന്നത് ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഒരുപാട് കഴിഞ്ഞ ദിവസം എന്നെ ക്ഷണിക്കാൻ വന്നിട്ടുള്ള ആളുകളോട് ഞാൻ ചോദിച്ചിരുന്നു, ഒരുപാട് പ്രവർത്തനം പാവപ്പെട്ട ആളുകൾക്ക് ഒരു രൂപ പോലും വാങ്ങാതെ കൗണ്ടർ എന്നത് ക്യാഷ്ലെസ് കൗണ്ടർ ആയിക്കൊണ്ടാണ് ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തനം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ കച്ചവടം മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒരു മാതൃക തന്നെയാണ്. നമുക്കാർക്കും വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് ഈ സായിബാബയുടെ പിൻഗാമികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനമായി, സായിബാബ ഉള്ള കാലത്തും അതുപോലുള്ള ഒരുപാട് അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനമാണ് ഇന്ന് ആളുകൾ അത് ഒരു മുടക്കവും കൂടാതെ, ഒരു എന്താ പറയുക, അവരുടെ പ്രവർത്തന മേഖലയിൽ യാതൊരു തടസ്സവും ഇല്ലാതെ ഇന്നും അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ തന്നെയാണ് കാണുന്നത്. അതിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഇന്ന്
ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് വെറും കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. എവിടെ പോയി കഴിഞ്ഞാലും ഒരു ആശുപത്രിയിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒരുപക്ഷെ അസുഖമുള്ള പാവപ്പെട്ട ആളുകൾക്ക് ആശുപത്രിയിലേക്ക് കടന്നു പോകാൻ തന്നെ പേടിയാണ്. കാരണം എന്തായിരിക്കും അവിടെ നിന്ന് വരുന്ന ബില്ല്, അവിടെ എന്താണ് എന്നുള്ളത്. അസുഖം മാറി പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് ബില്ല് കേട്ട് ഞെട്ടി വീണ്ടും അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാലഘട്ടത്തിലാണ് ക്യാഷ്ലെസ് കൗണ്ടറോട് കൂടി വലിയ വലിയ ഓപ്പറേഷനുകളും വലിയ വലിയ കാര്യങ്ങളും ഒക്കെ സത്യസായി ബാബ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആ സംഘടനയിലൂടെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ അത്ഭുതമല്ലാതെ മറ്റെന്ത് പറയാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അത് ആതുര ശുശ്രൂഷ രംഗത്തല്ല, എല്ലാ മേഖലയിലും നമ്മുടെ പാവപ്പെട്ട ആളുകളെ ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കറിയാം പകുതിയിലധികം ഒരു ആവറേജ് ബിലോ പോവർട്ടി ലൈനിൽ വരുന്ന ആളുകളാണ്. അത്രമാത്രം കഷ്ടതയിലും ദുരിതത്തിലും അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സ്നേഹവും പരിചരണവും നൽകി അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക, അവർക്ക് ആശാവഹമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത്തരം പ്രവൃത്തി ഏറ്റെടുത്ത് നടത്താനും അദ്ദേഹം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും ഓരോ അമാനുഷിക ശക്തി, അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ ഒരുപാട് വായിച്ചിട്ടും കേട്ടിട്ടും അറിവുള്ളതാണ്. നമ്മുടെ ആ ജീവിത കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന ഒരു ശക്തി തന്നെയായിരുന്നു ശ്രീ സത്യസായി ബാബ എന്നുള്ളതിൽ ആർക്കും തന്നെ ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് അത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാട്ടിലെ ആളുകൾക്കും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്കും ഒരു വലിയ ആശ്വാസം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഒരുപാട് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ സത്യസായി ബാബയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചെയ്ത പ്രവൃത്തി മണ്ഡലങ്ങളെ കുറിച്ചും ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, ഒരു ലേഖനം തന്നെ ഉണ്ടായിരുന്നു. അത്രമാത്രം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങളെ പോലും ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയ നമ്മുടെ സംസ്കാരത്തിന്റെ ആത്മീയ സംസ്കാരത്തെ കുറിച്ച്, ഭാരത പുതിയ സംസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ ഇവിടത്തേക്ക് കടന്നു വരുന്ന ആളുകൾ ഈ മഹാപുരുഷനെ കുറിച്ച് പഠിക്കാൻ കൂടി തയ്യാറായിട്ട് വരുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ മനുഷ്യൻ ആരായിരുന്നു, എത്രമാത്രം കരുത്തുള്ള, എത്രമാത്രം അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതിന്റെ തിരിച്ചറിവ് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ സത്യസായി സേവാ ഫൗണ്ടേഷൻ എന്ന ഈ ഒരു ജന്മദിന ദിവസങ്ങളിൽ ഈ ദിവസത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ തണലിന്റെ ആളുകൾക്കാണ് ഈ സേവാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരുപാട് വീൽ ചെയറുകൾ, അങ്ങനെ ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ വിതരണം ചെയ്യുന്ന പരിപാടികൾ ഇവിടെ നടക്കുകയാണ്. ഇവരുടെ പ്രവർത്തനം ഇനിയും നമ്മുടെ നാടിന്റെ നന്മയ്ക്കും പാവപ്പെട്ട ആളുകളുടെ ക്ഷേമത്തിനും അവരെ കരുതലിനും വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താൻ ഇനിയും ഈ ട്രസ്റ്റിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതലായി ഞാൻ പറയുന്നില്ല. ഇതിന്റെ ആളുകൾ വളരെ മനോഹരമായ ഒരുപക്ഷെ എല്ലാം സത്യസായി ബാബ ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ എന്നേക്കാളും കൂടുതൽ പഠിച്ച് വന്ന അറിവുള്ള ആളുകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ളതും എനിക്കറിയാം. കാരണം അത്രമാത്രം പഠിച്ച കാര്യങ്ങൾ അറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അപ്പോ അതിൽ ഞാൻ എന്തെങ്കിലും അധികം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമാവുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ഏറ്റവും നന്മയ്ക്കുള്ള ഒരു പ്രവർത്തനമാണ്. നമ്മുടെ രാജ്യത്തുള്ള തിന്മയെ നശിപ്പിച്ചുകൊണ്ട് നന്മയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് ഇനിയും അങ്ങോട്ടും ഇതുപോലെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.